ഈ കഴിഞ്ഞ ദിവസം മലബാറിൽ നിന്ന് ഒരു സുഹൃത്ത് വിളിച്ചൊരു വിവരം പങ്കുവച്ചു. ആ പങ്കുവച്ച വിവരവുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തോട് കുറച്ച് തർക്കിച്ചു. പക്ഷേ പുള്ളി അദ്ദേഹത്തിൻ്റെ പോയിൻ്റ് ക്ലിയർ ചെയ്തപ്പോൾ അത് വാസ്തവമാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് അനുഭവമില്ല. പിന്നെ ഞാൻ പലരോടും ചെക്ക് ചെയ്തപ്പോൾ അത് ശരിയാണെന്ന് പലരും പറഞ്ഞു. ഇന്ന് രണ്ട് എക്സ്ട്രീമിലാണ് കേരളത്തിൽ വിവാഹം നടക്കുന്നത്. ഒരു എക്സ്ട്രീം എന്താണെന്ന് ചോദിച്ചാൽ, ഭ്രാന്തമായ കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ ഭയങ്കര വോളിയത്തിൽ സ്പീക്കറും പാട്ടും അത്തരം കാര്യങ്ങളും ഒക്കെ വെച്ച് അടിച്ചു പൊളിച്ച് നമ്മുടെ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഏജൻസിക്കാർ നക്ഷത്ര തുല്യമായി നടത്തുന്ന യാതൊരു വിധമായ മതബോധത്തിൻ്റെയോ, ഇനി മതബോധം അങ്ങ് പോട്ടെ, സാമൂഹിക പരിമിതികളുടെയോ ഒന്നും അതിർവരമ്പുകളില്ലാതെ നടത്തപ്പെടുന്ന ഒരു സെറ്റ് വിവാഹം. രണ്ടാമതൊരു സെറ്റ് വിവാഹം മരണവീടുകൾ പോലെ ശോകമൂകമായ ഒരു സെറ്റ് വിവാഹമുണ്ട് എന്നാണ് ഈ പറഞ്ഞ സുഹൃത്തിനോട് പറഞ്ഞത്. ഇത് ഞാൻ കേട്ടപ്പോൾ തന്നെ പുള്ളിയെ തിരിച്ചു വിളിച്ചു. എനിക്ക് തർക്കിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനൊരു വിവാഹമുണ്ടോ? ഒരു പിന്നെ വീടുമായി ബന്ധപ്പെട്ടതുപോലെയുള്ള ഒരു വിവാഹം എന്ന് പറയുന്നൊരു വിവാഹം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, സാർ ഞാനൊരു ചെറിയ മുജാഹിദ് ആശയക്കാരനാണ്. അങ്ങനെ ഒരു ചിന്ത, ഞാനൊരു സംഘടനയിലൊന്നുമില്ല, പക്ഷേ വിദേശത്തൊക്കെ പോയപ്പോൾ പലതും കണ്ടപ്പോൾ അതിലൊരു ശരിയൊക്കെ ഉണ്ടെന്ന് തോന്നി. അങ്ങനെ ആ ഒരു ചിന്താ പരിസരത്തുള്ള ഒരാളാണ് ഞാൻ. ഇന്ന് പലപ്പോഴും ഈ ചില മുജാഹിദുകാരുടെ കല്യാണം ഈ എല്ലാം ഉപേക്ഷിച്ച് ഒരു സന്തോഷങ്ങളുമില്ലാത്ത വിധം ശോകമൂകമായി ഒരുതരം വിവാഹമായി മാറുന്നു. അതിന് ഞാൻ പലയിടത്തും സാക്ഷിയായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് മുജാഹിദ് എന്ന് പറയുന്നതുകൊണ്ട് ഇനി മുജാഹിദുകാരിൽ അവിടെ ചാടി എൻ്റെ അടുത്ത് പുറപ്പെടണ്ട, അങ്ങനെ ഞങ്ങളുടെ മുജാഹിദിലില്ലായിരുന്നല്ലോ, ഞങ്ങളുടെ മുജാഹിദില്ല. എൻ്റെ നാട്ടിലുള്ള ഒരു മുജാഹിദിൻ്റെ വീട്ടിൽ കല്യാണം നടന്നപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. എന്തൊരു കല്യാണം ഇത്, പുള്ളി പറഞ്ഞതുമായിട്ട് വല്ല ബന്ധമുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞ ആദ്യത്തെ കാറ്റഗറിയിൽ വരുന്ന കല്യാണം. അപ്പോൾ പുള്ളി അതിന് മറുപടി പറഞ്ഞു, അതൊക്കെ ശരിയാ, പക്ഷേ അത് കല്യാണത്തിൻ്റെ മുമ്പിലത്തെ ദിവസം പോലെയേ ഉള്ളൂ, ഇതങ്ങ് കഴിഞ്ഞ് നാളെ ഞാൻ വീണ്ടും മുജാഹിദാവുമെന്ന് പറഞ്ഞ ഒരു സംഗതി കൂടിയുണ്ട്. എന്തായാലും ആവട്ടെ. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്നാണ് പറയുന്നത്. പലരോടും ചോദിച്ചപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതായത് ഇപ്പോൾ ദീനെന്ന് പറയുന്ന ഒരു സംഗതി വെച്ചിട്ട് അതുണ്ടോ, അതില്ല, അതങ്ങ് വെട്ടിക്കളഞ്ഞു. ഇതുണ്ടോ, ഇതില്ല, ഇതങ്ങ് വെട്ടിക്കളഞ്ഞു. ആ ചെടി ദീനിലുണ്ടോ, ഇല്ല, അതും അങ്ങ് മുറിച്ച് കളഞ്ഞു. ഇങ്ങനെ കളഞ്ഞ് വരുമ്പോൾ എല്ലാത്തിനോടും നോ 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 എന്ന് പറഞ്ഞു വന്നിട്ട് അവസാനം എന്തായിത്തീരുന്നു, അതൊരു മരുഭൂമിയായി മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അത് ഒരു സന്തോഷത്തിൻ്റെ വിവാഹത്തിൻ്റെ അടയാളമല്ല. അവിടെ ഈ പറയുന്ന അനുവദനീയമായ സന്തോഷങ്ങളെല്ലാം ഉണ്ടാവണം. ഇതൊരു തരം എല്ലാവരും മരണവീട് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കിയാൽ ഈച്ച പറക്കാത്തതുപോലെ ഒരു സംഗതിയാണെങ്കിൽ നമ്മളിലെ ജുമായിക്കൊക്കെ കുത്തുബ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാവം പോലെ ആയിപ്പോവും. അവിടെ പോലും അത് പാടില്ലെന്നാണ്, ചെറിയ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി നോക്കിയിരിക്കണമെന്നാണ് പറയുന്നത്. അതാണ് ഒരു വിവാഹം പാടില്ലാത്തത്. രണ്ടാമത്തെ വിവാഹം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതൊരു കാതടപ്പിക്കുന്ന ഒരു മെഗാ ഇവൻ്റ് പോലെ, കാർണിവൽ പോലെയുള്ള ഒരു സംഗതി. അതിപ്പോൾ ധാരാളമായി ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെ ഈ ആദ്യത്തെ കാറ്റഗറിയിൽ പറഞ്ഞ് അങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ മുജാഹിദിൻ്റെ സാന്നിധ്യം വളരെ കുറവായതുകൊണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നടക്കുന്ന ഒരു മോശം പ്രവൃത്തിയാണ്, നിക്കാഹിന് എല്ലാപ്പെട്ട ആളുകളെയും കൂടെ വിളിച്ചിട്ട് നിക്കാഹ് പള്ളിക്കകത്ത് വെച്ച് നടത്തും, കല്യാണം ഇവിടെയും. ഈ വന്ന മറ്റ് ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ അവർ വരുന്നത് ഈ താലി കെട്ടി പങ്കെടുക്കാൻ, നമുക്ക് താലി കെട്ടുമില്ല, ആ കല്യാണത്തിൻ്റെ ഏറ്റവും കോറിൽ പങ്കെടുക്കാനാണ് അവർ വരുന്നത്. അതെവിടെങ്കിലും ഒരു പള്ളിയിലായിരിക്കും. കുറച്ച് കഴിഞ്ഞ് 1:15 ഈ പെൺകുട്ടിയുടെ വാപ്പ എന്തേ, അല്ലെ ചെറുക്കൻ്റെ വാപ്പ എന്തേന്ന് ചോദിച്ച് ഇവർ അലഞ്ഞ് തിരിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇവർ ഓഡിറ്റോറിയത്തിൽ ഇവരെല്ലാം കൂടെ വരുമ്പോൾ കല്യാണം കഴിഞ്ഞു, പള്ളിയിൽ വെച്ച. എന്തോ ഒരു മര്യാദയാണ്, എന്തോ ഒരു മര്യാദയാണ്. അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് പേരെ മാത്രം ക്ഷണിച്ച് എപ്പോഴെങ്കിലും നടത്തിയിട്ട് റിസപ്ഷൻ വെക്കണം. ഇതൊരു പ്രത്യേകതരം സുന്നത്തുണ്ടാക്കല. പിന്നെ അത് മാത്രമല്ല, ഈ പള്ളിയിൽ വെച്ച് നടന്നു എന്ന് പറയുന്ന ഒരു സുന്നത്ത് മാത്രമേ ഉള്ളൂ. ബാക്കി ഇവിടെ നടക്കുന്ന മൊത്തം കറാമത്തൊന്നും പറയാനില്ല, കറാമ്പറപ്പാ നടക്കുന്ന മൊത്തം. അതുപോലുള്ള ചടങ്ങ് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ ഇതാണ് ഒരു വശത്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇതിൻ്റെ ഇടയിലുള്ള ഒരു മിനിമം ഉൾക്കൊള്ളലിൽ ഈ ഭ്രാന്തമല്ലാത്ത ശോകമൂകമല്ലാത്ത ഒരു വിവാഹം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മര്യാദയെക്കുറിച്ച് പറയണം എന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ അങ്ങനെ ആളല്ല. അതിനെക്കുറിച്ചൊക്കെ പണ്ഡിതന്മാരാണ് ചർച്ച ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു വിവാഹത്തിൻ്റെ ഒരു ഘടനാപരമായി അതെങ്ങനെ ആകാം എന്നുള്ളതിനെ സംബന്ധിച്ച് അത് പറഞ്ഞു കഴിയുമ്പോൾ ഈ വിവാഹത്തെക്കുറിച്ച് പറയാൻ വന്നിട്ട് ചില ഉസ്താദന്മാർ, ചിലതല്ല 1-2 ആളുകൾ ചെയ്യുന്നത് പോലെ നേരെ അങ്ങ് ആദ്യ രാത്രിയിലേക്ക് പോയി അതിൻ്റെ സുന്നത്തും ഫർളും പറഞ്ഞ് കുളവാക്കി കളയരുത്. അങ്ങനെയൊന്ന് പറയുന്നത് നല്ലതാണ്. രണ്ടാമതായി ഇനിയത്തെ കാലത്ത് വേണ്ട ഒരു സംഗതി എന്താണെന്നറിയോ, ഈ വിവാഹത്തിൻ്റെ ആഹാരം കഴിക്കുന്ന ചടങ്ങിലൊക്കെ നമ്മളിന്ന് എല്ലാ സ്ഥലത്തും ഡിഫറൻ്റ്ലി ഏബിൾഡ്, ഈ ശാരീരിക പരിമിതിയുള്ളവർ, പക്ഷാഘാതം ബാധിച്ചവർ, വൃദ്ധർ, ഇവരൊക്കെ ഇന്ന് കല്യാണ വീടുകളിൽ ആരും കൊണ്ടുവരാറില്ല. കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഈ ഗുസ്തിക്കിടയിൽ ഇവരെ നോക്കാനും സംരക്ഷിക്കാനും ഒട്ടും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ഈ കല്യാണങ്ങളിലൊക്കെ ഒരു 10-50 പേർക്കെങ്കിലും സെപ്പറേറ്റായി
ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും വൃദ്ധരായിട്ടുള്ള ആളുകൾക്കും ഒരു ഡൈനിങ് സ്പേസ് പ്രത്യേകം ഉണ്ടാക്കണം. അവിടെ വേറെ ആരെയും കയറ്റരുത്. അവിടെ 1-2 ആളുകളെ സപ്ലൈ ചെയ്യാൻ വേണ്ടി നിർത്തിയാൽ മതി. ഇത് പറയാൻ കാരണം ചില ആളുകൾ അവരുടെ വൃദ്ധരായ മാതാപിതാക്കളെയും കൊണ്ടുവന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇവരെ പിടിച്ച് ഇങ്ങനെ അവർ വെച്ചടി നടന്ന് ഈ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് ഗജകേന്ദ്രന്മാരായ ഘനഗാംഭീര്യന്മാരായ ആളുകൾ അവിടെ ഇടിച്ചു കയറി ഈ കസരയിൽ അങ്ങ് ഇരുന്ന് കാണും. പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങണമെങ്കിൽ 3/4 മണിക്കൂർ എടുക്കും. ഈ പാവങ്ങൾക്ക് നിൽക്കാനൊക്കില്ല. വീണ്ടും ഈ പരിപാടി നടക്കുന്ന മേളിലോട്ട് കയറാനും ഒക്കില്ല. അവരങ്ങ് വീട്ടിൽ പോകും. പിന്നെ എവിടെയെങ്കിലും ഇവരെ ഈ മക്കൾ കൊണ്ടുവരുമോ കല്യാണത്തിന്? അതും കൊണ്ടുവരത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം? ഇവർക്കൊരു സ്പേസ് എല്ലാ ബഹുമാനത്തോടും ഇഷ്ടത്തോടും അവർക്ക് സ്വതന്ത്രമായി വന്നിരുന്ന് അവർക്കും കൂടെ വരുന്ന 1-2 ആളുകൾക്കും, പുള്ളിയും ഭാര്യയും ഒരു മോനും ഉണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാനുള്ളൊരു സംവിധാനം. അത് നിങ്ങൾ സെറ്റ് ചെയ്ത് പോലും ഇടണമെന്നില്ല. അവർ വന്നിരിക്കുമ്പോൾ ടേബിൾ അങ്ങ് സെറ്റ് ചെയ്ത് അവർക്ക് ഭക്ഷണവും കൊടുത്താൽ മതി. അതിനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കണം. അവരും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് ഒരുപാട് ഉപ്പാമാരും ഉമ്മാമാരും ഒക്കെ ഒരു കാലത്ത് വളരെ അതോടെ നടന്നവർ ചെറിയ ചില അസുഖങ്ങളിൽ ഈ ചലനവൈകല്യമൊക്കെ നേരിട്ട് ബുദ്ധിമുട്ടുന്നവരാണ്. അപ്പോൾ അവരെ കൊണ്ടുവരുന്നതിനൊരു സൗകര്യം ഉണ്ടാവും. അത് നമ്മുടെ കല്യാണ കത്തിൽ വേണമെങ്കിൽ പ്രത്യേകം മെൻഷൻ ചെയ്യുകയും വേണം, കുറച്ച് പേരെ വിളിക്കുന്നെങ്കിൽ. അങ്ങനെയുള്ളവർക്ക് പ്രത്യേക സൗകര്യം ഉണ്ട് എന്നുള്ളത്. അതൊന്ന് ടേക്ക് കെയർ ചെയ്യാൻ 1-2 ഗുസ്തിക്കാരെ നിർത്തിയും വേണം. ഇപ്പം നമ്മൾ പിന്നെ എത്ര ആളുകളെ കല്യാണത്തിന് നിർത്താൻ വഴിയിലൊക്കെ നിൽക്കുന്നത് ഭയങ്കര കൊന്നത്തെങ്ങ് പോലുള്ള ആളുകളാണ്. ഇപ്പോൾ ഈ വണ്ടിയൊക്കെ നിയന്ത്രിക്കാനും മുന്നിലൊക്കെ നിൽക്കുന്ന ആളുകളെ വിളിക്കുമ്പോൾ തന്നെ കല്യാണക്കാർ പറയുന്നത് ഭയങ്കര ഹൈറ്റുള്ളവർ വേണമെന്ന്. അങ്ങനെ 6.25 അടിയൊക്കെ ഉള്ളവരെയാണ് നിർത്തുന്നത്. അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു 5.25 അടിയോ അല്ലെങ്കിൽ 6 അടിയെടുത്തൊക്കെ ഉള്ള 2-3 പേരെ ഈ ഏജ്ഡായിട്ടുള്ള ആളുകളെ ടേക്ക് കെയർ ചെയ്യാൻ, അവരുടെ മാത്രം ഇഷ്യൂസ് നോക്കാനായിട്ട് സെറ്റ് ചെയ്യണം. they also deserves respect and consideration in marriage functions. അത്രയേ ഉള്ളൂ. ഈ 3 പോയിൻ്റാണ് എനിക്ക് സമൂഹത്തിന് മുന്നിൽ ചർച്ചയ്ക്ക് വെക്കാനുള്ളത്.